നമുക്കറിയാം സാധാരണ ഈ മാനസിക വെല്ലുവിളികൾ നേരിടാത്ത പിള്ളേരെ വളർത്താനുള്ള ബുദ്ധിമുട്ട് എല്ലാ മാതാപിതാക്കൾക്കും അറിയാവുന്നതാണ്. ആ സമയത്താണ് 24 മണിക്കൂറും കെയർ വേണ്ട കുട്ടികളെ ചേർത്ത് നിർത്തി വളർത്തുന്നവരുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അവർക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് എയ്ഡ് ലഭിക്കുക, സഹായം ലഭിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അപ്പോൾ ആ അവസ്ഥയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു വാർത്ത കേട്ടത് PSC അംഗങ്ങൾക്കുള്ള ശമ്പളം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. കുടിശ്ശിക ഇതുപോലെ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ഇതുപോലെ കുടിശ്ശിക കിടക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ പണമുണ്ട്, പക്ഷേ അത് ചെയ്യാൻ പണമില്ല, അത് കട്ടാക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്. ഈ മക്കളെ ചേർത്ത് പിടിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത് വളരെ പരിതാപകരമാണ്. അത് നമുക്ക് ഹൃദയത്തോട് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാവുന്നതിനും അപ്പുറമാണ് അതൊക്കെ അവരുടെ ദുഃഖം എന്നൊക്കെ പറയുന്നത്. ടീച്ചർക്ക് എങ്ങനെയാണ് ഇതിനോട് ടീച്ചർക്ക് പ്രതികരിക്കാൻ തോന്നുന്നത്? കേൾക്കാം ഇപ്പോൾ വ്യക്തമായിട്ട്. കേരളത്തിലെ DPIയുടെ അംഗീകാരത്തോടു കൂടി നടക്കുന്ന 318 NGOs നടത്തുന്ന സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. ഈ 318 സ്പെഷ്യൽ 25,000-ലേറെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിലെ 18 വയസ്സിന് താഴെ ഉള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇപ്പൊ ഗവൺമെന്റ് രജിസ്ട്രേഷൻ കൊടുക്കുകയുള്ളൂ എന്നൊരു നിയമം വന്നിരിക്കുന്നു. എന്ന് വെച്ചാല് 18 വയസ്സിന് താഴെ 20 കുട്ടികളുള്ള സ്കൂളിന് മാത്രമേ PWD രജിസ്ട്രേഷൻ കൊടുക്കുകയുള്ളൂ. എന്നാൽ ഒരു കുട്ടി മാത്രം 18 വയസ്സിന് താഴെ ഉള്ളൂ എങ്കിൽ ആ ബഡ് സ്കൂളിന് രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. അതെന്തൊരു വിരോധാഭാസമാണ് ഈ മക്കളോട് കാണിക്കുന്നത്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇത് പാക്കേജ് എന്ന് പറയുന്ന ഗ്രാന്റ് കൊടുക്കുന്നുള്ളൂ. പക്ഷെ 18 വയസ്സിന് മേളിലുള്ള കുട്ടികളുള്ള സ്ഥാപനങ്ങൾക്ക് പാക്കേജും ഇല്ല, ഗ്രാന്റും ഇല്ല. അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർക്കോ ജീവനക്കാർക്കോ സാലറിയും ഇല്ല. അപ്പോൾ അങ്ങനെ വന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ മക്കളെ കയ്യും പിടിച്ച് നിരത്തിൽ ഇറങ്ങേണ്ടി വന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ 3000-ഓളം രക്ഷകർത്താക്കളും കുട്ടികളും സ്റ്റാഫും മാനേജ്മെന്റുമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ മക്കളെ 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെന്ന് പറഞ്ഞാല് അവന് 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ അത്രത്തോളം ഐക്യ പോലും ഉണ്ടാവുന്ന കുട്ടികളല്ല. ആ കുട്ടികളുടെ 1ഉം 2ഉം ഒക്കെ ചെയ്യുന്നത് സ്പെഷ്യൽ സ്കൂളിലെ ജീവനക്കാരും അധ്യാപകരുമാണ്. ഇവരെ മറ്റു കുട്ടികളെ പോലെ അല്ല. 18 വയസ്സ് കഴിഞ്ഞു പോയാലും അവന്റെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യണം, ഭക്ഷണം വാരി കൊടുക്കണം, ഡ്രസ്സ് ഇടിപ്പിക്കണം, ഇരുത്താൻ പഠിപ്പിക്കണം, ഓടാൻ പഠിപ്പിക്കണം, നടക്കാൻ പഠിപ്പിക്കണം, പാടാൻ പഠിപ്പിക്കണം എന്ന് വേണ്ട സകല കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഈ സ്ഥാപനങ്ങളിലെ ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ജീവനക്കാർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒന്നും കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ഈ മക്കളുടെ ആവശ്യം ഈ മക്കൾക്ക് ചോദിക്കാൻ അറിയില്ല. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി അവരോടൊപ്പം ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുണ്ടാവും. 3 വയസ്സിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ മക്കളെ നമ്മൾ ട്രെയിനിങ് ചെയ്ത് ഒരു പരുവം എത്തിക്കഴിയുമ്പോൾ 18 വയസ്സായി, ഇനി നീ നിന്റെ സ്വന്തം കാര്യം നോക്കി പെക്കോ എന്ന് എങ്ങനെ നമ്മൾ പറഞ്ഞു വിടും സാർ? അത് നമുക്ക് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. പിന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പോലും പാക്കേജ് എന്നൊരു സംവിധാനം ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിലെ 50 കോടി ഈ മേഖലയ്ക്ക് വേണ്ടി AS എന്ന് പറയുന്നു. ഇപ്പൊ 9 മാസം കഴിഞ്ഞു, 10 മാസമായിട്ട് ഇന്ന് വരെ ആ വിഹിതം പോലും സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നില്ല. 10 മാസം സാലറി ഇല്ലാതെ ജോലി ചെയ്യുന്നവരാണ് സ്പെഷ്യൽ സ്കൂളിലെ ജീവനക്കാർ. അതും ഈ മക്കളെ ഈ രക്ഷകർത്താക്കൾക്ക് അമ്മയ്ക്കോ അച്ഛനോ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകണമെങ്കിൽ ഈ സ്കൂളിലെ ഇവിടെ ഏൽപ്പിച്ചിട്ട് മാത്രമേ പോകാൻ പറ്റൂ. ബന്ധുക്കളായാൽ പോലും, സ്വന്തക്കാരായാൽ പോലും, സഹോദരങ്ങളായാൽ പോലും, അടുത്ത വീട്ടിൽ പോലും ഈ മക്കളെ ഏൽപ്പിച്ചിട്ട് അവർക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഈ മക്കളെ പരിപാലിക്കുന്ന, മക്കളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ നിലനിൽക്കണമെങ്കിൽ അവർക്ക് വേണ്ട പ്രവർത്തിക്കാൻ വേണ്ട സാമ്പത്തിക സഹായം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവണം. ഭിന്നശേഷി സൗഹൃദം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ഭിന്നശേഷി സൗഹൃദം? ഈ രക്ഷകർത്താക്കളുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും അറിയാതെ ആശ്വാസകിരണം പദ്ധതി ഇപ്പൊ അത് കൊടുക്കുന്നില്ല. ഇവർ കിട്ടുന്ന പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നില്ല. അങ്ങനെ കാര്യങ്ങളൊന്നും കിട്ടാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പൊ ഇതിനു വേണ്ടി ഇറങ്ങിയത്. വളരെ നന്ദി ടീച്ചർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളുകളായി ഈ പ്രശ്നം പുകയുകയാണ്. പല മാതാപിതാക്കളും ഇത് സംബന്ധിച്ച് അവരുടെ കഷ്ടതകൾ പറയുന്ന വിഷ്വലുകൾ നമ്മൾ പല ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. പിന്നെ
ഈ കുട്ടികളുടെ അവരെത്ര വളർന്നാലും അവരുടെ ഏജ് എന്ന് പറയുന്നത് ടീച്ചർ പറഞ്ഞ പോലെ 3 വയസ്സിനും 4 വയസ്സിലും ഒക്കെയാണ് നിൽക്കുന്നത്. അവരെത്ര വളർന്നാലും 24 മണിക്കൂറും കെയർ വേണ്ട കുട്ടികളാണ്. എന്താണെങ്കിലും വളരെ നന്ദി ഞങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.